അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒടുവിലും പ്രസ് മീറ്റ് വെച്ചിരുന്നു. ഇപ്പോഴാണ് അത് നടന്നുകൊണ്ടിരുന്നത്. അതിലുണ്ടെങ്കിൽ എല്ലാ ചോദ്യത്തിനും മറുപടി എന്നുള്ള രീതിയിലാണ് പറയാൻ തുടങ്ങിയിരുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു കുഴപ്പമോ ഇല്ല, അങ്ങനത്തെ ഉള്ള ഒരു കാരണവും കൊണ്ടല്ല ആത്മഹത്യ ചെയ്തത്, അത് വേറെ എന്തെങ്കിലും ആയിരിക്കാം, ഫാമിലിയിലോ അതോടെ തന്നെ കമ്പനി കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, ഡെപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡായിട്ടുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റിയുള്ള ബാക്കിയുള്ള എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ പ്രസിൻ്റെ അടുത്ത് പറയുമ്പോൾ പ്രസ് ഇതേ കണക്കുള്ള ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതേ കണക്ക് ആത്മഹത്യ ചെയ്തത്, അതിനെന്തോ റീസൺ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണക്ക് പറയുന്നുണ്ട് അത് തനിക്ക് പറയാനാവില്ല അല്ലെങ്കിൽ തനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വരുന്നത്. അതല്ലാതെ ക്ലിയർ ആയിട്ടൊന്നും അവർ തുറന്നു പറയുന്നുമില്ല. ഇത് കണ്ടപ്പോൾ കുറേ പേര് ഇതേ കണക്ക് പറയുന്നുണ്ട് ഇവരെന്തോ മറച്ചു വെക്കുകയാണ്, യഥാർത്ഥ കാര്യമൊന്നും തുറന്നു പറയുന്നതിനുള്ള രീതിയിലാണ് ഇതേ കണക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അതോടെ തന്നെ ഇതേ കണക്ക് ഒരുപാട് പറഞ്ഞൊരു കാര്യമാണ് ഇതേ കണക്ക് നിങ്ങളുടെ കമ്പനിക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ ഇതേ കണക്ക് ഫിനാൻഷ്യലിൻ്റെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കാക്കി കാണിക്കുകയോ എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ പോലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് CJ റോയ് ആത്മഹത്യ ചെയ്തതെന്നുള്ളൊരു കാര്യം ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഈ മാനേജ്മെൻറ്റ് ടീമിൽ നിന്നായാലും അല്ലെങ്കിൽ ഫാമിലിയുടെ വശത്തു നിന്നായിരുന്നാലും ഒരു രീതിയിലുള്ള കറക്റ്റായുള്ള മറുപടിയും വന്നിട്ടില്ല. എന്തായിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായിരിക്കും എന്നുള്ളത് ഇനി വരികയെ അറിയാൻ സാധിക്കുകയുള്ളൂ.